ഹായ് നമസ്കാരം, ഞാൻ പ്രശാന്ത് പോയിൻകുട്ടി. ഞാനിന്ന് വന്നിരിക്കുന്നത് വനവാസി മീഡിയ എന്നൊരു പുതിയ യൂട്യൂബ് ചാനലുമായിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ കാണുന്നതാണ് പോയിൻകുട്ടി പാലം. അപ്പം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഇതല്ല, ഞങ്ങളുടെ വീടിനടുത്തായിട്ട് ഏത് വേനൽക്കാലത്തും നല്ല AC പോലെ തണുത്ത കാലാവസ്ഥയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു കയവും എല്ലാം കൂടെ കൂടിയ ഒരു സ്ഥലത്തേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ഏർമാടമുണ്ട്, നമുക്കതും കാണാം. ഇതാണ് ഏറുമാടം.
ഇതിൽ ആനയൊക്കെ കടന്നു പോകുന്ന കേട്ടോ ഈ റോട്ടിൽ കൂടെ. ഇതാണ് നമ്മൾ പറഞ്ഞ ഏറുമാട്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ AC കുഴിയിലേക്ക് പോലെ പാമ്പാ ഇതിലേ പോണേ. ഇല്ല അതിലല്ല ഇതിലേ പോവാം. ഇതിലേ പോട്ടെ. ഇവിടുന്ന് ഒരു 50 മീറ്ററോടെ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും കേട്ടോ. അത് പിന്നെ ആളുതാമസമൊന്നുമില്ല, വനമാണ്, അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. മതി എനിക്ക് ഇത് ഇറങ്ങിപ്പോ നമുക്ക് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കുള്ള വഴി ഇങ്ങോട്ടാണ്, താഴെ തോട്ടത്തിൽ കൂടെ. ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൽ കൂടെയാണ്. പക്ഷെ ഈ കാണുന്ന വഴി ഏകദേശം 10 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 10-12 കിലോമീറ്ററോളം ഉള്ളിലുള്ള ഒരു ട്രൈബൽ സെറ്റിൽമെന്റിലേക്കുള്ള വഴിയാണ്. നമുക്ക് പുറത്തുള്ളവർക്ക് ഇതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഇങ്ങോട്ടേക്കുള്ള വണ്ടിയൊക്കെ പോകുന്ന ഈ വഴിക്കാണ്. ഇത് കോൺക്രീറ്റ് ആണേ, കോൺക്രീറ്റ് വഴിയാണ്. ഇതുണ്ടോ, ആ വഴിയുടെ സൈഡിലായിരുന്നു ഏറുമാടം. ഈ കാണുന്ന തോടൊന്നും അല്ലത്. ഇത് നിങ്ങൾ കാണണമെങ്കിൽ ഇതിന്റെ ഫീഗർ വരണമെങ്കിൽ വർഷക്കാലത്ത് വരണം. ഇതിലെ വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് കാണണമെങ്കിൽ. അപ്പൊ നമുക്ക് ആ മേലത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഇവിടെ വെള്ളച്ചാട്ടം എന്ന് പറയാനില്ലല്ലോടാ, വെള്ളം ചെറുതായിട്ടല്ലേ ഉള്ളു ഇപ്പം വേനൽക്കാലത്തിന്റെ. വേനൽക്കാലത്തിന്റെ ആ ഒരു വെള്ളക്കുറവുണ്ട്. വെള്ളച്ചാട്ടം ഒന്ന് ശരിയാണെങ്കിൽ വർഷക്കാലം ആവണം. ഇച്ചിരിയുടെ വെള്ളമുള്ള സമയത്ത് ഇവിടെ പിള്ളേരൊക്കെ വന്ന് ഇതിലെ ഊർന്ന് ഈ ചെറിയ കാര്യത്തിൽ വന്ന് ചാടി കുളിക്കുന്ന സ്ഥലമാണ്. ചെരുപ്പ് പാറേക്കാളുടെ വഴുക്കലാട്ടോ. പിന്നെ പറയാ സെറ്റാണല്ലോ കയറിയിരിക്കാൻ അതിന്റെ അടിയിൽ. അപ്പൊ കയറി കിടന്ന് ഉറങ്ങിപ്പോ. ഇതിലേക്ക് കയറിപ്പോ. പായലുണ്ടാ പായലുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നാ നല്ല ഉറങ്ങിപ്പോകുന്ന കാലാവസ്ഥയാ, AC-യിലിരിക്കുന്ന പോലെ. ഒറ്റക്കല്ല്. അതെ, ഇതല്ല നമുക്ക് മേളത്തെ കാണാം. മേളിലേക്ക് ഞാൻ അതിലേ കയറിക്കോ. അതെ, ഈ തണുപ്പുള്ളോണ്ടേ നല്ല തണുപ്പല്ലേ. എന്ത് ശല്യം കാണൂടാ? പാമ്പിന്റെ ശല്യം കാണും. പാമ്പൊക്കെ ഇവിടെ കേറിയപ്പോ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതാണ് ഇരിപ്പ. ഈ പുഴയറമ്പിലൊക്കെ അധികമായി കണ്ടുവരുന്ന മരമാണ് ഇരിപ്പ എന്ന് പറയുന്നത്. നല്ല തണലാണ്. കയറുക. ഇങ്ങോട്ട് കേറുമ്പോ തന്നെ കാറ്റിനൊക്കെ തണുപ്പായി.
ഇതാണ് നമ്മൾ പറഞ്ഞ കുഴി. എങ്ങനുണ്ട്? അടിപൊളിയല്ലേ? ഇത് ആസ്വദിച്ചിറങ്ങി നേരിട്ട് ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങണം. ഈ കേട്ടോ, ഇത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാ. വർഷക്കാലത്ത് വരണം വെള്ളം. വർഷക്കാലത്ത് ഇതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം വരുന്നതാണ്. നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊക്കെ ഈ വേനൽക്കാലത്തെ പറ്റുള്ളൂ. ഒരുതരം സസ്യം കാണിച്ചു തരാം. അതായത് പേരറിയാനാണ്. പേരറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ? അടിപൊളി. ഇത് വെള്ളം കൊണ്ടുവന്ന ഓസാണ് താഴെ വീടുകളിലേക്ക്. അതിലേക്ക് 1-2 മീനൊക്കെ ഉണ്ട്. ഇതാണ് അങ്ങോട്ട് പോവാം. എടാ, ഇത് ഈ ഈറ്റക്കമ്പിന് കുത്തിക്കട കുഴി നോക്കാനായിട്ട് താഴ്ച. ഞാൻ മരത്തിന്റെ വിലക്ക് നോക്കി വെള്ളത്തിലേക്ക്. അവിടെ അപ്പുറം ഇച്ചിരി താഴ്ച ഉണ്ടല്ലേ? ഇവിടെ ഏതായാലും താഴ്ചയുണ്ട്. നിന്റെ എന്തേരം കൊണ്ട് നോക്കിയാ. അവിടെ കുഴിയാ, നോക്കിയേ. ഇവിടെ ഇതൊരു കല്ല വെച്ച് നോക്കി. ഇപ്പൊ ഇത്രയും ഷോൾഡറിന്റെ ഒപ്പം വെള്ളമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ അപ്പുറത്താണെങ്കിൽ അതിലും വെള്ളമുണ്ട്. ആ ഭാഗത്ത് ഇച്ചോ. എന്നാലും ഒരാൾ താഴ്ച കൂടുതൽ വെള്ളമില്ല അല്ലെ? ഒരാൾ താഴ്ച കൂടെ ഇല്ല. ഇല്ല. ഒന്നും അടിപൊളി വൈബാണ് വെള്ളം. അവിടെ പോയിരിക്കാം കുറച്ചു നേരം. ഈപ്പക്കാട് ഇതാണ് കണ്ടോ. ഇത് നമ്മൾ ഇറങ്ങി വന്ന റബ്ബർ തോട്ടമാണേ. ഇതുണ്ടോ, ശരിക്കും വനത്തിലല്ല, ഒരു ഒരു സ്ഥലത്തിന്റെ ബൗണ്ടറിയാണ്. ഇതേ ഈ പാറേക്കളൊക്കെ പിള്ളേര് ഇങ്ങനെ നിരങ്ങി വന്നത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ചാടുമായിരുന്നു. തോർത്തില്ലാണ്ട് ഇല്ലെങ്കിൽ ഞാനൊന്ന് മുങ്ങിയാനകത്ത്. ഊഞ്ഞാലാടുന്ന വള്ളിയൊക്കെ ഇത്. വള്ളി ഇത് ഊഞ്ഞാലാട്ടം ആടുന്ന വള്ളിയല്ലേ, പക്ഷെ ഇത് ഡേഞ്ചർ ആട്ടോ. വള്ളിയൊക്കെ ഊഞ്ഞാലാടിയെ കയ്യും വിട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാറ തലയടിച്ച്. അത് നമുക്കേ ഒരു ദിവസം നൈറ്റ് നമുക്ക് ഇവിടെ കൂടണം. ഒരു ദിവസം നൈറ്റ് ഇവിടെ നമുക്ക് കൂടാം. എങ്ങനെയുണ്ട്? ഇവിടെ പോയി അങ്ങ് ഇരുന്നാലിപ്പം അതിന്റെ തണുത്ത് 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 നല്ല വലിയ താഴ്ചയില്ല അല്ലേ? ഇല്ല.
അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ നമ്മുടെ ചാനല് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ജാതിപത്രിയേക്കാളും വിലയുള്ള ജാതിപത്രിയേക്കാളും വിലയുള്ള കാട്ടുപത്രി അത് പറിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ട് അത് മരത്തെ കയറുന്നു. സാധാരണ രീതിയിലല്ല. ഇവിടെ ചൈനക്കാരൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇല്ലി പണ്ട് കാലം തൊട്ടേ ഇവിടെ ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മരം കയറ്റം. അങ്ങനെ മരം കയറി ജാതിപത്രി പറിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.